ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പാട്ടുകൂട്ടം നാടൻ കലാ പഠന ഗവേഷണ അവതരണ സംഘം വാർഷിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. 22-ന് ടൗൺ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യും. ലോക ഫോക്ലോർ ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് പരിപാടി. രണ്ട് തരം പുരസ്കാരങ്ങളാണ് പാട്ടുകൂട്ടം കോഴിക്കോട് ഏർപ്പെടുത്തിയിരുന്നത്. ഒന്ന് മാർച്ച് 6-ന് അറിയാമല്ലോ, മാർച്ച് 6-ന് കലാഭവൻമണിയുടെ സ്മരണാർത്ഥമുള്ള മണിമുടക്കം കലാഭവൻമണി പുരസ്കാരങ്ങൾ 8 പേർക്ക്, കൂടാതെ ആദരവും അനുമോദനങ്ങളും. രണ്ടാമതുള്ള അവാർഡ് വാർഷിക പുരസ്കാരമാണ്. 99 ഓഗസ്റ്റ് 19-നാണ് പാട്ടുകൂട്ടം രൂപീകൃതമായത്. ആ രൂപീകൃതമായ വർഷം തൊട്ട് അതിൻ്റെ വാർഷികാഘോഷ പരിപാടികൾ ആഗസ്റ്റ് മാസം തന്നെയാണ് നമുക്ക് ഫോക്ലോർ ദിനമായി കൊണ്ടാടപ്പെടുന്നത്, ഓഗസ്റ്റ് 22. അങ്ങനെ വാർഷികാഘോഷ പരിപാടികളും ഫോക്ലോർ ദിനാഘോഷ പരിപാടികളും ഒരുമിച്ചാണ് പാട്ടുകൂട്ടം കോഴിക്കോട് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാട്ടുകൂട്ടം കോഴിക്കോട് നാടൻ കലാപഠന ഗവേഷണ അവതരണ സംഘം വാർഷിക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കലാരത്നം അവാർഡ് കലാമണ്ഡലം സത്യവ്രതൻ, മാധ്യമരത്നം അവാർഡ് PT നിസാർ, സാംസ്കാരിക രത്നം മരണാനന്തര ബഹുമതി പത്മൻ പന്തീരങ്കാവ്, മഹിളാ രത്നം PP സാബിറ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. 22-ന് വൈകിട്ട് 5-ന് ടൗൺ ഹാളിൽ നടക്കുന്ന പാട്ടുകൂട്ടം വാർഷികാഘോഷ ലോക ഫോക്ലോർ ദിനാഘോഷ ചടങ്ങിൽ പുരസ്കാരം വിതരണം ചെയ്യുമെന്ന് ജൂറി ചെയർമാൻ വിൽസൺ സാമുവേൽ, പാട്ടുകൂട്ടം ഡയറക്ടർ ഗിരീഷ് ആംബ്ര എന്നിവർ പറഞ്ഞു. മജീഷ് കാരയാട്, ശ്രീവത്സൻ M മാവിളിക്കടവ്, സജീവ് മൊകവൂർ എന്നിവരെ ആദരിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മിഠായി തെരുവ് ഖാദി ഗ്രാമോദ്योग എംപോറിയത്തിൽ ഓണം ഖാദി മേള